ഞാൻ ഏറ്റവും വലിയ തോൽവിയാണെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ കാര്യം, ഒരു ദിവസം നേരം വെളുത്ത് നമ്മൾ എഴുന്നേക്കുന്നത് ചർച്ചയ്ക്കൊരു വിഷയം ഉണ്ടോ എന്ന് ആലോചിച്ചിട്ടാണ്. ജനങ്ങളുടെ സപ്പോർട്ടില്ലാതെ, പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരേ ഒരു സംഘടനയുള്ളൂ അമ്മ സംഘടന. ഇത് നിർത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് വന്ന് പൂട്ടിപ്പോകുന്നുള്ള ഇതിൽ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട സാജു എന്നാ പറയാം, അല്ലെങ്കിൽ പാഷാണ ഷാജി അങ്ങനെ പറയാം അല്ലേ? ചേട്ടാ, അപ്പോൾ എന്താ പുതിയ വിശേഷം? ഇപ്പോൾ പ്രതിഭ ട്യൂട്ടോറിയൽ, അതാണ് ഇപ്പോൾ പ്രതിഭ ട്യൂട്ടോറിയൽ റിലീസാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. കാരണം പടം എല്ലാവർക്കും കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രസമായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു ബോധ്യമുണ്ട്. അത് നമുക്ക് പോസ്റ്റർ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല ശരിക്കും ട്യൂട്ടോറിയൽ. നമുക്ക് കാണുമ്പോൾ ഇപ്പോഴത്തെ പല കുട്ടികളും ഇത് അറിയാൻ പാടില്ല ട്യൂട്ടോറിയൽ കോളേജ് എന്താണെന്ന്. ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് തോറ്റിട്ടാണ് എഴുതുന്നതിൻ്റെ മെയിൻ ഘടകം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ട്യൂഷനായിട്ട് ഇങ്ങനെ ഓരോരോ മണിക്കൂർ ഇടവിട്ട് ഓരോരോ ബാച്ചിന് ട്യൂഷൻ, 5th 4th അങ്ങനെ എല്ലാം ട്യൂഷനുണ്ട്. അത്തരത്തിലുള്ള കുറേ ട്യൂട്ടോറിയൽ കോളേജുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, അന്യം നിന്ന് പോയി അല്ലേ? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ലേ? ഓൺലൈൻ ക്ലാസ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താനും അതിൻ്റേതായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജ് കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ ഒരു സിനിമയാണിത്. ഫുൾ എൻ്റർടൈനറാണ്. ഇതങ്ങനെ പഴയ കാലഘട്ടത്തിലെ കഥയാണ്, എങ്ങനെയാണ് ഒരു കാലഘട്ടം അല്ല, കാലഘട്ടം നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് വന്ന് ഇത് നിർത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് വന്ന് പൂട്ടിപ്പോകുന്നുള്ള ഇതിൽ നിൽക്കുന്നത് ട്യൂട്ടോറിയൽ കോളേജിൽ. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഇതിൽ? നമുക്ക് ഇതിനകത്ത് ഈ ട്യൂട്ടോറിയൽ കോളേജിന് പ്രത്യേകത ഉണ്ട്, ഇതുണ്ട്, ഹോസ്റ്റലുണ്ട്. അന്ന് ഹോസ്റ്റലൊന്നും ഇല്ല, വീട്ടിൽ നിന്നല്ലേ എല്ലാവരും വീട്ടിൽ നിന്ന് പോയി. ആ ഹോസ്റ്റലിൽ ബോയ്സിന്റെ ഹോസ്റ്റലിൽ അവരുടെ കെയർടേക്കറാണ്. അവിടെ ഒരു വാർഡനുണ്ട്, വാർഡൻ അഞ്ജന അപ്പുക്കുട്ടനാണ്. ഞങ്ങൾ തമ്മിൽ ചെറിയ പ്രേമവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണൊരു ഇവരുടെ എല്ലാം കുറെ തമാശയ്ക്ക് പറ്റിയ സിറ്റുവേഷൻസ്. അത് സുധീഷ് ചേട്ടൻ ഇത്ര നാൾ ചെയ്യാത്ത രീതിയിലുള്ള ക്യാരക്ടറാണ്. എനിക്ക് സുധീഷ് പണ്ട് കുറെ കോമഡിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊക്കരെ പോലത്തെ സിനിമ. ഇത് കോമഡി അല്ല, പുള്ളി സീരിയസ് ആണ്. പക്ഷെ കോമഡിയാണ്. അത് പുള്ളി സീരിയസ് ആയിട്ട് ചെയ്യും. അതെല്ലാം കോമഡിയാണ്. അത് സുധീഷ് ചേട്ടനും നിർമ്മലമായിട്ടുള്ള ഒരു കോംബോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൂടെ ഇപ്പോൾ നിർമ്മലായിട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റേജിൽ നിന്ന് വന്ന, അപ്പോൾ വേറെ പോലെ നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ അല്ലേ? അല്ല, ഞങ്ങളുടെ ഒരു കൂടിച്ചേരലും എല്ലാം ജാഫറൊക്കെ ഉണ്ട്, യോണിയാനി സാറുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നല്ല ഒരു ആർട്ടിസ്റ്റിനെ തന്നെ ഉണ്ട്. ഒരു പുതുമുഖ സംവിധായകൻ എന്നുള്ള നിലയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യും ഇങ്ങനെ ആവുക. അതൊന്നുമല്ല, പുള്ളി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ പോലെ എല്ലാം ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചേട്ടൻ വേറെ മറ്റു വിശേഷങ്ങൾ, പുതിയ വേറെ മറ്റു വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ പടം റിലീസ് ആവാറായി നിൽക്കുന്നത്. ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് റിവോൾവർ റിങ്കോ എന്ന പടത്തിൻ്റെ പേര്. റിവോൾവർ റിങ്കോ പഴയൊരു കുട്ടികളുടെ ക്യാരക്ടറാണ്. ഓക്കെ. അത് കുറച്ച് കുട്ടികൾ സിനിമ ഷൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നല്ല മൂവിയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ 11 എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അതുപോലെ തന്നെ 1-2 മൂവി ഇറങ്ങാനുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങാൻ പോണത് മാൻവേട്ട എന്ന് പറഞ്ഞൊരു പടം. മാൻവേട്ട അത് ഞാനും സന്തോഷ് കീഴാറ്റൂർ അങ്ങനെ ഒരു 3 പേര് സെൻട്രൽ ക്യാരക്ടർ ചെയ്യണത്. സീരിയസ് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹെവി. അതല്ല, മാൻവേട്ട എന്ന് പറഞ്ഞാൽ ആക്ഷൻ മൂഡിലുള്ള നക്സലേറ്റും കൊലപാതകവും. മാൻവേട്ട എന്ന് പറഞ്ഞാൽ മാനല്ല, ഈ മാനല്ല, മനസ്സിലായി. വേട്ട അല്ല, മാൻ വേട്ട. അതാണ് ശരിക്കും നമുക്ക് മാൻവേട്ട എന്നേ പറയുള്ളൂ. നല്ലൊരു സബ്ജക്റ്റാണ്. പ്രതീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറാണ്. ഉള്ള 2ാമത്തെ മൂവിയാണ്. ഒരു ഓഫ് ബീറ്റാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ചേട്ടാ വെള്ളിമൂങ്ങയൊക്കെ നമുക്ക് ചെയ്ത് ഇപ്പോഴും ട്രോളുകളിലൊക്കെ ആ ഒരു എത്തി നോക്കുന്ന എന്താ പറയുക, സല്യൂട്ട് അടിക്കുന്നത് ഇപ്പോഴും ഞാൻ അത് ഇപ്പോഴും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അതൊക്കെ ചെയ്യിക്കുന്ന ഒരു ഭാഗ്യമല്ലേ? കാരണം തീർച്ചയായും ട്രോളുകളും കാര്യങ്ങളും ഒന്നുമില്ല. അല്ല, ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഹിറ്റ് മൂവി അതാണ്. ഈ മൂവിയിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും കർഷക തൊഴിലാളികളാണ്. എൻ്റെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി, എറണാകുളത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന വെള്ളിമൂങ്ങയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് സിനിമ കാണുന്ന തിയേറ്ററിൽ പോയി കാണുന്ന വെള്ളിമൂങ്ങയാണ്. അഭിനയിച്ച സിനിമ അത് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് അവരെ നിർബന്ധിച്ച് കൊണ്ടുപോയി എൻ്റെ പടം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഉണ്ടാകും. എൻ്റെ അച്ഛന് തണുപ്പൊന്നും അടിക്കാൻ പാടില്ല. അപ്പം മങ്കിക്കാപ്പൊക്കെ വെച്ചിട്ട് AC ഇരുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സിനിമ അഭിനയിച്ചതല്ല, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സിനിമ ഇരുന്ന് കണ്ടതാണ്. കണ്ടിറങ്ങിയിട്ട് എന്താ കണ്ടിറങ്ങിയിട്ട് അച്ഛൻ ഒരു സിനിമയും കൂടി കാണണമെന്ന് പറഞ്ഞു. പക്ഷെ അത് കാണാൻ പറ്റിയില്ല. അങ്ങനെ അച്ഛൻ എൻ്റെ മരണപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ ഈ മാൻവേട്ട എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറഞ്ഞ പോലെ എനിക്ക് ചേട്ടാ അതുപോലത്തെ സീരിയസ് ക്യാരക്ടേഴ്സ് അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല തോന്നുന്നു. കൂടുതൽ വന്നിരിക്കുന്ന ഹ്യൂമർ ക്യാരക്ടേഴ്സ്. ഇതിലെന്താണെന്നറിയാമോ, ഞാൻ എന്നെക്കുറിച്ച് ശരിക്കും അറിയാവുന്നവർക്കറിയാം, ഞാൻ ഹ്യൂമർ ചെയ്യുന്ന ആളല്ല. ഞാൻ തിയേറ്റർ ഡ്രാമ ചെയ്യുന്ന ആളാണ്. ഞാൻ ഡ്രാമ ചെയ്യണതും ഡ്രാമ ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ റൂട്ട് മുഴുവനും അതാണ്.
ഞാനും വൈഫും കൂടി ഒരു ഡ്രാമ ഇപ്പോൾ ചെയ്ത് ഉന്നാവെന്ന് പറഞ്ഞിട്ട് അത് 3/4 മണിക്കൂർ ഞങ്ങൾ രണ്ടുപേരും പ്ലേ ആണ്. നാളെ പുതിയത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതും ഞങ്ങൾ രണ്ടും കൂടി ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഈ ഒരു റൂട്ടാണ്, സീരിയസ് ക്യാരക്ടർ ചെയ്യണ ഇഷ്ടം. പക്ഷേ നമുക്ക് കിട്ടുന്നതല്ല ഇതായിരിക്കും. ഏതെങ്കിലും ഒരു ഡയറക്ടർക്ക് ധൈര്യം തോന്നി അത് ചേട്ടൻ ഒരിക്കലും ചോദിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ സമപ്രായക്കാരെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ ജാഫ്രിക്കൊക്കെ ഞെട്ടിച്ചിട്ടില്ലേ? അപ്പോൾ ഞാൻ ചേട്ടൻ കൂടുതൽ വരുന്നത് ഹ്യൂമർ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എപ്പോഴെങ്കിലും ആളുകളോട് ഈ പറഞ്ഞ അടുത്ത സംവിധായകരോട് ഇത് വേണം എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ചേട്ടാ അങ്ങനെ ഒരു പ്രൊജക്ട് ഓർഗനൈസ് ചെയ്യാനുള്ള സംഭവം? ഞാൻ ഏറ്റവും വലിയ തോൽവിയാന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ കാര്യം, ഇതുവരെ ഒരു സിനിമയിൽ ചാൻസ് ചോദിച്ച് ഞാൻ ഡയറക്ടറെ വിളിച്ചിട്ടില്ല. അത് അഹങ്കാരം കൊണ്ടോ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടൊന്നുമല്ല, എനിക്കെന്തോ അങ്ങനെ പറ്റില്ല. വിളിച്ചു ചോദിച്ചാൽ അയ്യോ വിളിച്ച് എന്ത് തോന്നും, ഇതാണ് എൻ്റെ ഒരു ധാരണ. ഒരു ഡയറക്ടറെ വിളിച്ച് ഒന്നും ചോദിച്ചില്ല. പക്ഷേ എല്ലാം നമ്മൾ നിരന്തരം കോൺടാക്ട് ചെയ്യും ഡയറക്ടേഴ്സിന്. ഇങ്ങോട്ട് വരുന്നതാണ്, അവരായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരാളെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചില ആൾക്കാർ എവിടെയെങ്കിലും പൂജ നടക്കണം എന്ന് പറഞ്ഞാൽ അപ്പം വിളി തുടങ്ങും. പക്ഷെ അങ്ങനെ വേണം, എന്നാലും നമ്മൾ ഓർക്കുള്ളൂ. പക്ഷെ ഒരിക്കലും നമ്മൾ ഒന്നാമത്തെ ഇതിനെക്കുറിച്ച് സിനിമ അഭിനയിക്കുക, വീട്ടിൽ പോവുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ പൊസിഷൻ, ആരോട് ഒരു ഡയറക്ടർ, പ്രശസ്തനായ ഡയറക്ടറെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെൻ്റെ ഏറ്റവും വലിയ തോൽവിത്തരോ. ഫ്ലൈറ്റിൽ ഒന്നിച്ച് യാത്ര ചെയ്തിട്ട് ഞാൻ സംസാരിച്ചില്ല, എൻ്റെ കൂടെ ഇന്നാൾ മനസ്സിലാവും. എന്നിട്ട് ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇന്ന ആളാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ജാട കൊണ്ടും മിണ്ടാണ്ടിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയായിട്ട് സംവിധായകൻ വിളിച്ചിട്ടില്ല ഇതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ ആവാം, അത് എൻ്റെ ഏറ്റവും വലിയ ഫോൾട്ടാവും. അപ്പോൾ ചേട്ടാ ഇപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് ഓണത്തിനാണ് പ്രതിഭ ട്യൂട്ടോറിയൽ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓണത്തിന് വലിയ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ നല്ല വർഷമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ കുറേ പ്രതിസന്ധി വന്നു. പേടിയുണ്ടോ? ഞാൻ ചോദിച്ചു ഈ പ്രതിസന്ധികളുടെ ഇടയിൽ ഇങ്ങനെ സിനിമ പേടിക്കുന്നില്ല. എനിക്ക് ഒരു കാരണം അനാവശ്യ ചർച്ചകൾ, അതായത് പ്രേക്ഷകർ സിനിമയിൽ നിന്ന് അകന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം ചർച്ചകളാണ്. നമ്മളെന്താ ഒരു ദിവസം അങ്ങനെ പേടിയുണ്ടോ? ഒരു പേടിയില്ല എനിക്ക്. ഒരു ദിവസം നേരം വെളുത്ത് നമ്മൾ എഴുന്നേക്കുന്നത് ചർച്ചക്കൊരു വിഷയം ഉണ്ടോ എന്ന് ആലോചിച്ചിട്ടാണ്. ഇപ്പം എന്നെ വിളിക്കണമെങ്കിൽ ഇയാൾ രാവിലെ എണീറ്റിട്ട് ഒരു നോർമലി ഒരു ദിവസമാണെങ്കിലൊന്നുമില്ല. അതല്ല, ഒരു വാട്സപ്പിലൊരു മെസ്സേജ് കാണും, എന്നെ അറിയിക്കാൻ പറ്റും, വേണം അറിഞ്ഞാൽ മറ്റേ സംഭവം സെറ്റാ. ഈ ഒരു ചർച്ചക്കുള്ള വിഷയം, സംസാരത്തിൻ്റെ ഒരു വിഷയം കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസം എഴുന്നേക്കണം തന്നെ. പക്ഷേ ഇതിലൊന്നും നമ്മൾ എൻ്റെ ഒരു ജീവിതം, ഞാൻ സിനിമയിലേക്ക് വന്നതും ഞാൻ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു അല്പം എന്തെങ്കിലും നമ്മളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ, എൻ്റെ അച്ഛനും അമ്മയുടെ, എൻ്റെ സഹോദരിമാരുടെയും, എൻ്റെ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും ഭാര്യയുടെയും ഒക്കെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോണ യാത്രയിൽ നമ്മൾ എപ്പോഴും നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇവിടെ നിന്ന് കൈ കാണിച്ച് വിളിക്കാൻ ആളുണ്ടാവും, ഇവിടെ നിന്ന് കൈ കാണിച്ച് വിളിക്കാൻ എല്ലാ ആളുണ്ടാവും. പക്ഷേ എങ്ങോട്ട് തിരിയുമ്പോഴും നമ്മുടെ പുറകിലേക്ക് ഒന്ന് ചിന്തിക്കുക, കുറേ പേര് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്, എൻ്റെ ഫാമിലി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫാമിലി വിട്ടിട്ട് എനിക്കൊരു കളിയും പരിപാടിയും ഇല്ല. എനിക്ക് എൻ്റെ ജീവൻ സിനിമയിൽ, ഞാൻ ആകെ കൂടി സിനിമയിൽ വിളിക്കുന്ന ഒരേ ഒരാൾ. എൻ്റെ 6 മാസത്തെ ട്രൂ കോളർ എടുത്ത് നോക്കി, കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയോ, ഞാൻ ഒരേ ഒരു വ്യക്തിയെ വിളിച്ചിട്ടുള്ളൂ, സോഹൻ സീനുലാൽ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അത് ഇവൻ ഡയറക്ടറായിട്ടല്ല, ഞങ്ങൾ ഫാമിലി അറ്റാച്ച്മെൻറ്റ്, ഇവൻ്റെ അച്ഛനും അമ്മയും ഞാനായിട്ടുള്ള ബന്ധം, എൻ്റെ വീട്ടുകാരായിട്ടുള്ള ബന്ധം, അത് വെച്ചിട്ട് വിളിക്കണം. അല്ലാതെ ഒരു സിനിമയിൽ എനിക്കൊരു ആഴ്ചയിൽ ഒരു ദിവസം പോലും വിളിക്കുന്ന ബന്ധമില്ല. അങ്ങനെയല്ല, ഞാൻ പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സിനിമ ഇൻഡസ്ട്രീനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു പേടി ഈ പറയുന്ന പോലെ യൂണിറ്റ് ലൈറ്റ് ബോയ്സിന് അവർക്കൊക്കെ യൂണിറ്റ് പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 24 സിനിമയൊക്കെ നടക്കുന്നിടത്ത് പേര് പണമെങ്കിൽ നടക്കുള്ളൂ. ഇതിലിപ്പോൾ ഒറ്റ വിഷയമുള്ളൂ, നമ്മളുടെ ഇതിൽ സത്യം എന്തോ റിയാലിറ്റി ഇതിൽ എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ തന്നെക്കുറിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള എനിക്ക് അറിയണം, അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പ്രതികരിക്കാനും ഒക്കത്തിന് നമുക്കും ചോരത്തിളപ്പൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ അറിയാതെ നമ്മൾ ഒരാളും പറയരുത്. ഇപ്പോൾ ഈ ആരോപിക്കപ്പെട്ടേക്കണത് ഇപ്പോൾ പറഞ്ഞു വന്ന കാരണം, ആ ആരോപിക്കപ്പെട്ടേക്കണവർ ഇപ്പോഴതിന് കുറ്റം ചെയ്തവരാണെന്ന് നമുക്കറിയില്ല. കുറ്റം ചെയ്തിട്ട് കോടതി ശിക്ഷിക്കട്ടെ, ശിക്ഷിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളത് അംഗീകരിക്കും. സിനിമേനെ മൊത്തത്തിലായിട്ട് അതൊരു കാരണം നിങ്ങളുടെ വീട്ടിൽ 2 അമ്മക്കളാണെങ്കിൽ ഇളവൻ പോയി കള്ളും കഞ്ചാവ് അടിച്ചിട്ട് മൊത്തത്തിൽ പോയി ചീത്ത പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ പറയുള്ളൂ. അച്ഛനും അമ്മയും നോക്കാഞ്ഞിട്ട് മറ്റേ വടക്കേ പറമ്പിലെ രാഘവൻ്റെ മോനത് പറമ്പില വീട്ടുപേര് പറയും. ഇതായിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുറച്ച് വിരലിലൊതുങ്ങാവുന്നുള്ള കാര്യം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈ നടന്മാർ മാത്രമല്ല, ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് എന്തോരം ആൾക്കാരുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ എപ്പോഴും നമ്മൾ കാശുണ്ടെങ്കിൽ നമുക്ക് ഏത് സംഘടന ഒരു ക്ലബ്ബ് തുടങ്ങി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ. പക്ഷേ കാശുണ്ടായാലും എന്തുണ്ടായാലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത, ജനങ്ങളുടെ സപ്പോർട്ടില്ലാതെ, പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരേ ഒരു സംഘടനയുള്ളൂ അമ്മ സംഘടന. അത് ജനങ്ങളുടെ സപ്പോർട്ടിൽ പോകുന്ന സംഘടനയാണ്. കാരണം ജനം സിനിമ കാണുന്നതുകൊണ്ട് മാത്രം നിലനിന്ന് പോണതാണ്. അപ്പോൾ എന്നും ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം, സംഘടനയുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ ഈ സംഘടന എടുക്കുന്ന തീരുമാനം ജനങ്ങൾക്കും കൂടി ബോധ്യമാവുന്ന തീരുമാനമായിരിക്കണം, അവരും കൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിന് മുമ്പോട്ടുള്ള എല്ലാ വലിയ വലിയ ആൾക്കാരും, നമ്മുടെ നടന്മാരും, നമ്മുടെ മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങളും, കൂടുതൽ പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാർ അതിനുള്ള നല്ല തീരുമാനം എടുക്കും. തീരുമാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവും, ചർച്ച ചെയ്യുന്നുണ്ടാവും, ഉറപ്പായിട്ടൊരു തീരുമാനം ഉണ്ടാവും.
അപ്പോൾ എന്തായാലും ഓണത്തിന് സെപ്റ്റംബർ 13 വലിയ സിനിമകളുടെ കൂടെ നമ്മുടെ എന്താ പറയുക പ്രതിഭ ട്യൂട്ടോറിയലും കൂടി റിലീസ് ആവുകയാണ്. ഈ പറഞ്ഞ പോലെ ഓണത്തിനൊക്കെ പുട്ട് വെച്ചോളൂ, ഓണത്തിനൊക്കെ പുട്ട് വെച്ചാൽ പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ട്യൂട്ടോറിയലൊക്കെ പഠിച്ചവർക്ക് അല്ലെങ്കിൽ ഇതിപ്പോൾ ഇല്ല ട്യൂട്ടോറിയൽ. ഇല്ല. അപ്പോൾ അന്നത്തെ ആളുകൾക്ക് കുറച്ച് എന്താ പറയുക പോലെ ഒരു 40 വയസ്സിന് മേളിലുള്ള ആളുകൾക്കൊക്കെ അതൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ. ഉറപ്പായിട്ടും. അപ്പോൾ ഈ സിനിമ ഒരു ഓഡിയൻസിനോട് പറയാൻ അപ്പോൾ എന്തായാലും പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന സിനിമ ഈ വരുന്ന 13-ാം തീയതി റിലീസാവുകയാണ്. കാരണം ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വലിയ സദ്യകൾ ഒരുക്കി വലിയ വലിയ സിനിമകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കഞ്ഞി മാത്രം ഓഫർ ചെയ്യുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ അകത്ത് കയറിയിട്ട് ഒരു ചെറിയ സദ്യ, നല്ല ടേസ്റ്റുള്ള സദ്യ കഴിച്ച് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. ഞങ്ങൾ നേരത്തെ പറയുന്നില്ല പപ്പടം പഴം പായസം ഒന്നും പറയുന്നില്ല. ഇവരുണ്ടാക്കുന്ന അവകാശവാദങ്ങളൊന്നുമില്ല. ഞങ്ങൾ വെറും പപ്പടം, ഈ എല്ലാ സദ്യ വിളമ്പണ സിനിമകളുണ്ടല്ലോ അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പപ്പടമാണ്. പക്ഷേ ഏറ്റവും അവസാനം പപ്പടം എടുക്കുകയുള്ളൂ പൊടിക്കാനായിട്ട് പായസത്തിൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പായസം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നേരെ വന്നേക്കുക. ഒത്തിരി സന്തോഷം. ഈ ഓണക്കാലത്ത് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകൾ മാത്രം ഉണ്ടാവട്ടെ, എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ. ഇനിയും മുമ്പോട്ടുള്ള എല്ലാ ഓണം നല്ല ഐശ്വര്യപൂർണ്ണമാവട്ടെ. എല്ലാ രീതിയിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ഹാപ്പി ഓണം.